ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു ലൈഫ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടൈൽ ലൈറ്റ്സ് ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണ്ടോ. ടൈൽ ലൈറ്റ്സ് ഞങ്ങളെ ചേഞ്ച് ചെയ്യണം, വേറെ ഒന്നും കൂടെ അല്ല ചേഞ്ച് ചെയ്യണത്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ച് ഗൈസ്, ഒരു ഓട്ടോക്കാരൻ വന്ന് ഇടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ വണ്ടി ഇടിച്ചിട്ട് നിർത്തിയൊന്നുമില്ല ഗൈസ്, നിർത്താണ്ട് നൈസായിട്ട് അങ്ങ് പോയി കളഞ്ഞു. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നമ്പർ പ്ലേറ്റും കാണാനൊന്നും വിസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് അവൻ വണ്ടി നിർത്താണ്ടൊക്കെ പോയി കളഞ്ഞു, എനിക്ക് കണ്ടില്ലായിരുന്നു. പിന്നെ ഞാനത് വിട്ട് ഗൈസ്. നമ്മുടെ ബാക്കിലുള്ള ടെയിൽ ലൈറ്റ്സും ഞങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പൊട്ടി കിട്ടും, കംപ്ലീറ്റ്ലി പൊട്ടി. എല്ലാം ആകെ ഷോക്ക് പൊട്ടി കഴിഞ്ഞു. വണ്ടി ഞങ്ങൾ ഇറക്കാൻ പറ്റില്ല, കാരണം മഴയത്തൊക്കെ ഇറക്കി എനിക്ക് വെള്ളം കയറിയൊക്കെ കൂടുതൽ ഇഷ്യൂസും ഞങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇറക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു ടെയിൽ ലൈറ്റ്സും ഞങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യട്ടോ. ഇന്ന് വന്നേ ഉള്ളൂ കേട്ടോ സാധനം. എനിക്ക് ഈ കാര്യം എനിക്ക് ഈ സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ഈ സാധനം. ഒന്നറിയാൻ പാടില്ല ഗൈസ്, 3 ബൾബും കാര്യങ്ങളൊക്കെ അടിച്ചുപോയി. അപ്പോൾ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും വരെയൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടിട്ട് വേണം. ഇപ്പോൾ ഗൈസ് ഇത് ഇതാണ്ടോ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഫുള്ള് പൊട്ടിപ്പോയി ഗൈസ്. ഇവിടെ ചളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, ഫുള്ള് പൊട്ടിപ്പോയി. അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഗൈസിന്. ഗൈസ് നിങ്ങൾ ആ വിഷ്വൽസ് ഞങ്ങളെ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്, ഫുള്ള് പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോയി ചേഞ്ച് ചെയ്യാൻ പോകണ്ടോ. ഇപ്പോൾ വണ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ചേഞ്ച് ചെയ്യണം ഗൈസ്. ഒരു പണി കഴിയുമ്പോൾ തന്നെ അടുത്തടുത്ത പണിയും വന്നുകൊണ്ടിരിക്കണം ഗൈസ്. എന്താണെന്നറിയാൻ പാടില്ല. അതിപ്പോൾ ആ ഓട്ടോക്കാരൻ്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക്, കാരണം ഒരു വണ്ടിയുടെ പുറകെ വന്ന് ഇടിക്കാൻ പാടില്ല ഗൈസ്. കാരണം ഞാൻ നിർത്തിയിട്ടാണ് വണ്ടിയുടെ പുറകെ വന്ന് ഇടിച്ചിട്ടാണ് അവൻ നിർത്താണ്ട് പോയത്. അതിൻ്റെ പുറകെ ഒന്നും പോയിന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഗൈസിൻ്റെ പുറകെ നടക്കാൻ. അതുകൊണ്ട് നമ്മൾ ടൈൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ 3 ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഗൈസ്. ബൾബ് എനിക്കൊന്ന് വർക്ക്ഷോപ്പിലുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, സെറ്റ് ചെയ്ത് തരുമായിരിക്കും ഗൈസ് പറഞ്ഞു. ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വേണം നമുക്ക് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് വണ്ടിയുടെ ഇടയിൽ കൂടെ ഗൈസ് നിങ്ങളുടെ വിഷ്വൽസ് കണ്ട പോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് വയറ് കാര്യങ്ങളൊക്കെ ഷോർട്ടാവും, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് കേട്ടിട്ടെ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ വണ്ടിയുടെ സൈഡിൽ ചെറിയ 2-3 ചളക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ ചെറിയ ചളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഡെൻഡ് എടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം ഗൈസ്. എന്നാൽ അതൊന്ന് എടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 4-5 ദിവസം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ടെയിൽ ലൈറ്റാണോ ഗൈസ്, കുറഞ്ഞ ടെയിൽ ലൈറ്റാണ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കണത്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ ഓൾറെഡി സെയിലിടാൻ വേണ്ടി നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് പുതിയ വണ്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്താന്നുള്ള ഞാൻ പുറകെ പറയാം കേട്ടോ. കാരണം ഞാൻ എന്തായാലും വണ്ടി സെയിലിടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടിച്ച കണ്ടീഷനിലൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് കൊണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ. വലിയ ഇടിയെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, ആ ഒരു ടെയിൽ ലൈറ്റിൽ വന്ന് ഇടിച്ച്. അല്ലാണ്ട് വേറെ വണ്ടിയുടെ എക്സ്ട്രാ വേറെ പാർട്സും കാണുമ്പോൾ അങ്ങനെയൊന്നും ചേഞ്ച് ഒന്നും ആയിട്ടില്ല. നമ്മുടെ സാധാരണ സ്വാഭാവികം പറ്റണ പോലെ തന്നെ ടെയിൽ ലൈറ്റ്സും കാണാനൊക്കെ ജസ്റ്റ് ഇടിച്ച് പൊളിഞ്ഞത്. ഇപ്പം എൻ്റെ വണ്ടി ഇപ്പോൾ സെയിലിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും അവരോട് പറയണം, എന്തായാലും പറയുമല്ലോ. അതെടുത്ത് ബാക്കിൽ വണ്ടി വന്ന് ഇടിച്ചായിരുന്നു അത് പറയും. എന്നാലും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി ആരാണൊക്കെ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തോട്ടോ. കാരണം ഫുള്ള് നമ്മൾ മാറ്റിയാണ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കണ്ടല്ലോ. അപ്പോൾ ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചളക്കുണ്ടല്ലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ചളക്കുണ്ട്. അത് ചളക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ കൊണ്ടല്ല ഗൈസ്. അപ്പോൾ ഒരു 2-3 ദിവസം സമയം എടുക്കും, കാരണം അത് വലിച്ചിട്ട് നിവർത്തിയിട്ട് ആ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ആ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് അടിക്കേണ്ടി വരും ഗൈസ് പെയിൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതുകൊണ്ട് അതൊക്കെ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഗൈസ് അവർ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് പൊട്ടിയ ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി കേട്ടോ, ഫുള്ള് നമ്മൾ മാറ്റി. അപ്പം ഞാൻ ആക്ച്വലി ചെറിയ കുറഞ്ഞ ടെയിൽ ലാംപ്സാണ് ഗൈസ് യൂസ് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 950 അറൗണ്ട് ആ ടെയിൽ ലാമ്പിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് നിങ്ങൾക്ക് അറിയില്ല എന്താണ്, കാരണം ഒറിജിനൽ അല്ല. ഞാൻ ഇവിടെ ഇതിനകത്ത് കയറ്റി, കാരണം ഞാൻ വണ്ടി ഓൾറെഡി അറിയാമല്ലോ. ഈ വണ്ടി ഓൾറെഡി
നമ്മൾ സെയിലിലിടണ വണ്ടിയാണോ, സെയിലിട മാക്സിമം അടുത്ത് തന്നെ സെയിലിലിടും ഞാൻ വണ്ടി. അപ്പം എന്തായാലും സെയിലിടണ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഒറിജിനലൊക്കെ വാങ്ങിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആ ഒരു ഇത് വാങ്ങിച്ചിട്ട് ഇത്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നൈസാന്നാണ് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, പക്കയാണ്. നമ്മൾ പിന്നെ വെച്ചാൽ വണ്ടി പൊട്ടിയായിട്ട് ഡയറക്റ്റ് കൊണ്ടേ കൊടുക്കരുതല്ലോ, നമുക്ക് കൊടുക്കുമ്പോൾ എനക്ക് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റിയത് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഞാനിപ്പോൾ മാറ്റി. ഇനിയിപ്പോൾ അത് ആ ചളക്കൊക്കെ നിവർത്തി പിന്നെ പെയിൻറ്റിങ് കള്ളൊക്കെ അടിക്കണം. പിന്നെ ഒരു 2-3 ദിവസത്തെ പണിയുള്ളൂ ഗൈസ്. 2 ദിവസമുള്ള 2 ദിവസം വരാൻ പറഞ്ഞ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ റെഡിയാവും. അപ്പോൾ എന്തായാലും അത് എന്തായാലും റെഡിയാക്കണം അതൊന്ന്. പിന്നെ ഈ വണ്ടി ഞാനിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാതെ വരുന്നുണ്ടല്ലോ ഗൈസ്. കുറച്ചും കൂടി ഞാനിപ്പോൾ വേറെ വണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടിയിട്ട് എല്ലാം സെറ്റായിട്ട് ഞാനിത് സെയിലടിക്കണത് നോക്കാമെന്ന് വെച്ചാൽ. കാരണം കഴിച്ച് നമുക്ക് വണ്ടികളൊക്കെ വേണം കഴിച്ച്. നമുക്കിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കൊടുത്താൽ തന്നെ എനിക്ക് വേറൊരു വണ്ടി പെട്ടെന്ന് തന്നെ എടുക്കണ അപ്പോൾ വേറൊരു വണ്ടി സെറ്റായിട്ട് ഇതങ്ങനെ കൊടുക്കുക എന്നുള്ളതിലിരിക്കണേ കഴിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി ഏതെങ്കിലും ഇതുപോലെ സെക്കൻഡ് സെയിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ താല്പര്യം കാറുണ്ടോ ഗൈസ്, കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. വണ്ടി എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ടൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മാറ്റി. എന്തായാലും ആ ഓട്ടോക്കാരെ കാണിച്ചത് എന്തായാലും ശരിയായില്ല. നിങ്ങൾ എന്തായാലും പറ ഗൈസ്, എന്തായാലും അത് കാണിക്കണത് ശരിയാവണോ? കാരണം ഒരു വണ്ടി നിർത്തിക്കിടണ വണ്ടി, അതും ഹസാഡിലായിരുന്നു ഗൈസ്. കാരണം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഹസാഡ് ഇട്ടേക്കണായിരുന്നു. ആ വണ്ടി നിർത്തിയിട്ടേക്കണ വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് അത് നിർത്താണ്ട് പോയാച്ചാണ്. എന്തായാലും നിങ്ങളെ റോട്ടിൽ കൊടുക്കാനുള്ള വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് നോക്കിയും കണ്ടാക്കി ഓടിക്കുക. കാരണം ഇവിടെ സീനാണ്. ഓട്ടോക്കാരന്മാരൊക്കെ ആണെങ്കിലും ഭയങ്കര സീനാണ് ഗൈസ്. അവർ നോക്കാൻ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി എല്ലാ ഓട്ടോക്കാരും, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുന്നതായിട്ട് പറയണതല്ല, ചില ആൾക്കാരുണ്ട് ഗൈസ് ശരിയല്ല അവർ. കാരണം അവർ നോക്കാണ്ടൊക്കെ പെട്ടെന്നൊക്കെ എടുക്കണം ഗൈസ്. നമ്മളെ തന്നെ നോക്കി കയറിയത് ഓടിക്കുക, വണ്ടി കാണാനൊക്കെ ഓടിക്കുക, അല്ലെങ്കിൽ എന്തായാലും പണിയാവും ഗൈസ്. അപ്പോൾ എന്തായാലും ഒന്ന് കയറിയത് കാണാനൊക്കെ ഓടിക്കുക, അത്ര ഒരാൾ ഗൈസ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊക്കെ ഞാൻ വിട്ടുകളാണ് സീനിൽ. എനിക്കൊന്ന് നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും വിസിബിൾ ആയിരുന്നില്ല ഗൈസ്. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കായിരുന്നു ഗൈസ് വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം. കൂടാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇറങ്ങി നോക്കാനൊക്കെ ആണെങ്കിലും. പക്ഷേ ഒറ്റക്കായിപ്പോയി. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം വണ്ടിയുടേത്. പിന്നെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയല്ലോ. എന്തായാലും നിർത്താണ്ട് പോയതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇത്രയും ശോകമായത്. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ഇനി മഴയത്ത് കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ വയറിങ്ങിട്ട് കംപ്ലീറ്റ് അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സാധനം മാറ്റിയത്. പിന്നെ ഇത് ഓൾട്ടൊക്കെ 8 മോഡലാണ് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു ടൈലറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഒരു 3-4 ദിവസം എടുത്ത്. അതാണ് ഡിലേ ചെയ്ത്. നമ്മൾ ഇടിച്ചപ്പോൾ തന്നെ നമ്മൾ വേറെ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ജസ്റ്റ് നോക്കിയും കണ്ടാക്കി ഓടിക്കുക. ആ വണ്ടിയാണ് എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ റെഡിയാക്കേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അതുപോലെ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗൈസ് ഞാൻ പുതിയ വണ്ടി ഏതാണെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. വഴി വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വണ്ടി കാണാൻ നോക്കാം. 2 വണ്ടി കാണാനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല. കാരണം കുറച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്ത കിലോമീറ്റർ ഒന്നും അല്ല ഗൈസ്. 1 lakh ഒക്കെയാണ് കിലോമീറ്റർ ഞാൻ കാണിക്കണത്. എന്തായാലും എനിക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതിലും റേറ്റ് വൈസ് ആണെങ്കിലും കിലോമീറ്റർ വൈസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എടുക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ അതിനെന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. അതുപോലെ ഡീലേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എന്തായാലും 5 സീറ്റർ വണ്ടി ഇങ്ങനെയൊക്കെ ഗൈസ് നോക്കും. ഞാൻ 7 സീറ്റർ അങ്ങനെ നോക്കുന്നില്ല, 5 സീറ്റർ വണ്ടിയാണ് നോക്കുന്നു കേട്ടോ ഗൈസ്. വലിയ വണ്ടി നമുക്കിവിടെ വീട്ടിലകത്ത് കയറാനും കാരണം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും 5 സീറ്റർ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഏതായാലും വണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ വീഡിയോ കാണാൻ നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ ഞാനപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഈ വണ്ടി എന്തായാലും സെയിലായിക്കോട്ടെ. കാരണം സെയിലിടുമ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഫുൾ വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ചെയ്യാം ഇടാറാക്കി ചെയ്യുമ്പോൾ. കാരണം എല്ലാം സെറ്റ് ആവണമല്ലോ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. നമ്മുടെ വണ്ടി കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും നല്ലൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതിലേക്കാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാന്നുള്ളത്. പക്ഷേ എനിക്ക് വണ്ടി കൊടുക്കാൻ ഇല്ലാണ്ടല്ല, എന്നാലും
കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി എന്തായാലും ചേഞ്ച് ചെയ്യണം. കാരണം നമ്മുടെ വണ്ടി ഇപ്പോൾ 1 lakh കിലോമീറ്ററോളം ആയി ഇപ്പം. അപ്പം അതുകൊണ്ട് ഇനി കുറേ നാൾ ഓടിച്ച് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.